കാസനോവ എന്ന് പറയുന്ന സിനിമയുടെ ഡിസ്കഷൻ മുതൽ ഡോക്ടറെ എനിക്ക് പരിചയമുണ്ട്. മോഹൻലാൽ സാറും ഞങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് യാത്രകൾ അദ്ദേഹത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലത്താണ് കാസനോവ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ലോഞ്ച് അന്ന് നടന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. ഒരുപാട് ഓർമ്മകളുണ്ട്. ഒരുപാട് സിനിമയിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പല ഫംഗ്ഷനുകളിലും പുള്ളിയുടെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ദുബായിലും കൊച്ചിയിലും ബാംഗ്ലൂരിലും എല്ലാം. അപ്പോൾ വളരെ ചേർത്ത് നിർത്തുന്ന ഒരു സ്വഭാവമുള്ള ആളായിരുന്നു. അത് അദ്ദേഹം ഞാൻ പരിചയപ്പെട്ട കാലം മുതൽ എനിക്ക് അത് എൻ്റെ മനസ്സിൽ നിന്ന് മായാത്ത ഒരുപാട് ഓർമ്മകളും കാഴ്ചകളും ഒക്കെ തന്നൊരാളാണ്. കാരണം സ്നേഹം നമുക്ക് നമ്മുടെ ഉള്ളിൽ തോന്നുന്നതല്ല എന്ന് പലപ്പോഴും ചില ഇൻസിഡൻറ്റിലൂടെ നമുക്ക് മനസ്സിലാകുന്ന പോലത്തെ ഒരാളായിരുന്നു ഡോക്ടർ. അപ്പോൾ അവരുടെ കുടുംബവുമായിട്ട് വളരെ ബന്ധമുണ്ട്. അപ്പോൾ വേർപാട് ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്കൊരു ആവശ്യമുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫിൽ നമുക്ക് കയറി ചെല്ലാൻ പറ്റുന്നൊരാൾ എന്ന് ഞാൻ വിശ്വസിച്ച ഒരാളായിരുന്നു ഡോക്ടർ. അപ്പോൾ അത് കൂടെ ഇല്ല എന്ന് പറയുന്നത് വിഷമമാണ്. 2009 കാസനോവയെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ വരുമ്പോൾ വലിയൊരു മലയാള സിനിമയിൽ അങ്ങനെ വരുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം എന്നായിരുന്നു. കോൺഫിഡൻസ് ഗ്രൂപ്പിന് ബാക്കപ്പ് ഉള്ളതായിരുന്നല്ലോ അതിന് വലിയൊരു മുന്നോട്ട് പോകാനൊരു ആത്മവിശ്വാസം. തീർച്ചയായിട്ടും അതായിരുന്നു. ആ കമ്പനി കാസനോവ എന്ന് പറഞ്ഞ സിനിമ എടുക്കുകയും ഡിസ്കഷൻ നടക്കുകയും ചെയ്യുന്ന സമയം മുതൽ ആദ്യം മുതലേ അദ്ദേഹം ഞാനുമായിട്ട് ഒരുപാട് ചർച്ചകൾ ചെയ്യും. ആ സിനിമയുടെ ആദ്യ ലൊക്കേഷൻ നോക്കുന്ന സമയം മുതൽ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞ് ആ പടത്തിനകത്തേക്ക് ഞാനും അസോസിയേറ്റ് ചെയ്യേണ്ടി, അതായത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടപെട്ടപ്പോൾ അങ്ങനെ വന്ന് ഒരു ലാസ്റ്റ് പുറത്ത് ഇറങ്ങിയത് കുറച്ച് സമയമെടുത്ത് വന്നൊരു പടമായിരുന്നു. അപ്പോൾ ആ സമയം മുതലുള്ള സൗഹൃദമാണ്. പിന്നീട് ഇപ്പോൾ ഞങ്ങളുടെ ആദി എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഡോക്ടറുടെ ഒരു വണ്ടി കൊണ്ട് കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഒരു വണ്ടി കൊണ്ട് ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു നായകൻ എന്നുള്ള ഒരു ഡിസ്കഷനിലൂടെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ട് അത് ചെയ്യുകയും അങ്ങനെ ആദ്യം എന്ന് പറഞ്ഞ സിനിമ ഞങ്ങളിവിടെ ബാംഗ്ലൂരിൽ ഇതേ സ്ഥലത്ത് തന്നെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തും അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഡോക്ടറായിട്ട് തന്നെ കോൺഫിഡൻറ്റ് ഡോയ് എന്ന പേരിൽ തന്നെയാണ് അദ്ദേഹം അഭിനയിച്ചത്. ഒരുപാട് ഓർമ്മകളുണ്ട്. ഞാൻ ഒരു 2-3 ആഴ്ച മുൻപ് കൊച്ചിയിൽ വെച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തെ കണ്ടിരുന്നു. വളരെ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മരണമായിരുന്നു. പല സംശയങ്ങളും സ്വാഭാവികമായിട്ട് ഉയർന്നു. എന്തിന് സിജ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നുള്ളത്. ആ സമയത്ത് തന്നെ അവിടെ ഒരു ആദായനികുതി വകുപ്പിൻ്റെ പരിശോധനകൾ നടക്കുന്നുണ്ടായിരുന്നൊക്കെ പറയുന്നു. എന്താണ് പറയാനുള്ളത് ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് എന്ന നിലയ്ക്ക്? അല്ലാതെ എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ എനിക്ക് അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അറിയാമല്ലോ, ഇത് ഒരു വ്യക്തികൾ, എനിക്ക് തോന്നുന്നത് ചില ആൾക്കാരുടെ ഒരു എന്താ പറയുക, നമുക്ക് ചില ദൈവം ഈ സമയം വരെ വെച്ചിട്ടുണ്ടാവുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല അങ്ങനെയുള്ളൊരാളായിട്ടൊന്നും നമ്മൾ ആത്മവിശ്വാസമുള്ള ആളാണ്. എല്ലാത്തിനെയും വളരെ പോസിറ്റീവായി കാണുന്ന ആളാണ്. നമുക്കിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളും എല്ലാം നമ്മൾ കാണുകയാണെങ്കിൽ ഇത്രയും സമ്പന്നനായിട്ട് ജീവിക്കുമ്പോൾ അതുപോലെ തന്നെ സന്തോഷങ്ങൾ മറ്റുള്ള നമുക്ക് ആഗ്രഹം തോന്നുന്ന പോലെ ലൈഫിനെ കണ്ട് ഭയങ്കരമായി ജീവിച്ച ഒരാളാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നതും എൻ്റെയൊക്കെ അറിവിൽ അങ്ങനെ തന്നെയാണ്. സംസാരിച്ചിരുന്നു. ഞങ്ങളുടെ ഈ കഴിഞ്ഞ ദിവസം ജനുവരി 26-ാം തീയതി അവരുടെ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഓഫീസിൻ്റെ അവിടെ തന്നെ ഞങ്ങളുടെ ഒരു ഓഫീസ് ഇനാഗ്രേറ്റ് ചെയ്ത്, അപ്പോഴൊക്കെ ഞങ്ങൾ അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു. എത്താൻ പറ്റിയില്ല, അടുത്ത പ്രാവശ്യം വരുമ്പോൾ വരാമെന്ന് പറഞ്ഞിരുന്നു. അവരുടെ ആ ബിൽഡിങ്ങിൽ തന്നെയാണ് ഞങ്ങളുടെ ഞെട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സാധാരണഗതിയിൽ ഒരാളുടെ ഒരു വിയോഗത്തിൽ ഇത്രയും ഫോൺ കോൾസ് വരുന്നത് എൻ്റെ ഒരു അറിവിൽ ആദ്യമായിട്ടാണ്. മോഹൻലാൽ സാർ എന്തായെന്ന് അന്വേഷിക്കുന്ന നമുക്ക് അത് നമുക്ക് അങ്ങനെ എല്ലാവരും വേറൊരു മാനസികാവസ്ഥയിലാണല്ലോ. അപ്പോൾ നമുക്ക് വേറൊന്നും പറയാൻ പറ്റുന്നതോ ചോദിക്കാൻ പറ്റുന്നതായ ഒരു കാര്യത്തിലല്ല.